ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പന്മന പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വലിയത്തി ജംഗ്ഷനും ആറുമുറക്കടയ്ക്കും ഇടയ്ക്കുള്ള ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഒരു കിടിലൻ പദ്ധതി നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. പദ്ധതിയുടെ പേര് ഇതാണ്, ഒരു വീട്ടിലേക്ക് ഒരു മീൻ. ആ പദ്ധതി പ്രകാരം കുഴിച്ച കുളമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആഴവും പരപ്പവും ഒക്കെ ഉള്ള വളരെ വിശാലമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ആ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഉള്ള വളരെ വലിയൊരു കുളമാണ് ഇവിടെ കുഴിച്ചിട്ടുള്ളത്. ഇവിടെ വളർത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന മീനുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീൻ, സിലോപ്പിയ, മത്തി, ചൂട, ചൂര, സ്രാവ്, വേണമെങ്കിൽ തിമിംഗലത്തെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്രയും വ്യാപ്തിയുള്ള വലിയ കുളമാണെന്നാണ് ഇവിടുത്തെ ഭരണകൂടം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ആദ്യ ഗഡുവെന്നോണം 50,000 മീൻ കുഞ്ഞുങ്ങൾ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു അഭിമാന പദ്ധതിയുടെ എൻ്റെ പഞ്ചായത്തിൽ വന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം അഭിമാനം ഇതിനകത്തുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുളത്തിന് കൈവരി ഇല്ല എന്നുള്ളതാണ്. ഇതുവഴി കുട്ടികളൊക്കെ പോകുന്നുണ്ട്. കുട്ടികളെന്ന് മാത്രമല്ല, നീന്താൻ അറിയാത്ത ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ അതൊരു അപകടങ്ങളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കുളത്തിനൊരു കൈവരി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തുക വകമാറ്റണമെന്ന് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുറച്ച് സാമൂഹ്യ പിന്തിരിപ്പന്മാരുടെ കാര്യമാണ്. ഇവിടെ ഒരു നല്ല പദ്ധതി വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കുളമാക്കാം എന്നുള്ള രീതിയിൽ നടക്കുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇതുവഴി വണ്ടി ഓടിക്കുന്നവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഇത്രയും പൈസ കൊടുത്തും ചിലവാക്കി ഈ കുളത്തിൽ കൂടി ആൾക്കാർ വണ്ടി ഓടിച്ചു പോവുകയാണ്. ഈ കുളം മലിനമാകാൻ ഇതിൽ പരം എന്താണ് വേണ്ടത്? ഈ 50,000 മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു CCTV എന്തെങ്കിലും സ്ഥാപിച്ചിട്ട് ഇതുവഴി പോകുന്നവർക്ക് ഒരു ഗാഢമായ തുക പെട്ടിയടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നോക്കൂ, ഒരു മഹത്തായ ബൃഹത്തായ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് അതിനകത്തൂടെ വണ്ടി ഇട്ട് ഓടിക്കുകയാണ്. സ്ഥിരമായിട്ട് ഇതുവഴി ആൾക്കാർ വണ്ടി ഓടിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് മുമ്പ് റോഡായിരുന്നു എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ ആർക്കിയോളജി വിഭാഗവും ലണ്ടൻ ആർക്കിയോളജി വിഭാഗവും ഇവിടെ 2 ആഴ്ചത്തോളം കുത്തിയിരുന്ന് പണിയെടുത്തിട്ടും ടാറിൻ്റെ യാതൊരു അംശമോ അല്ലെങ്കിൽ ഇവിടെ റോഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു അംശവും ഇവർക്ക് കണ്ടെത്താൻ ആയിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ അമ്മമ്മ അത് മുറുക്കി തുപ്പിയതിൻ്റെ അംശം വരെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ റോഡ് ഉണ്ടായിരുന്നു എന്നല്ല യാതൊരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സർട്ടിഫൈഡ് ആണ്. അപ്പോൾ ഈ സാമൂഹ്യ പിന്തിരിപ്പന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇത്രയും അഭിമാനകരമായി ഈ ഒരു വീട്ടിലേക്ക് ഒരു മീൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്? നമുക്ക് ഒരു ദിവസം പോലും ചമ്മന്തി അരച്ച് ചോറിനിട്ട് വരത്തില്ല. എല്ലാ ദിവസവും നമുക്ക് മീൻ സുലഭമായിട്ട് ലഭിക്കും. ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.